ഹായ് ഹലോ എല്ലാവർക്കും ചാരു സർക്കിളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എല്ലാവരുടെയും ചോദ്യമാണ് സിമ്പിൾ 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 ബോട്ടിൽ ക്രാഫ്റ്റ് എന്ന്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ചോദ്യമാണ് ലിക്കർ ബോട്ടിൽ കിട്ടാനില്ല എന്ന്. അപ്പോൾ ഇന്ന് ലിക്കർ ബോട്ടിലുള്ള പരിപാടിയില്ല, ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലോ? ഇവിടെ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുടെ ചോദ്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ലിക്കർ ബോട്ടിലില്ല, കുപ്പി കിട്ടാനില്ല എന്ന്. നമ്മുടെയൊക്കെ വീട്ടിൽ കളയുന്ന സോസിൻ്റെ ബോട്ടിൽ, മെഡിസിൻ ബോട്ടിൽ, ഡെറ്റോൾ ബോട്ടിൽ, അതുപോലെ തന്നെ സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ബോട്ടിൽ, ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്യാം. നമ്മൾ ഇനി അങ്ങനത്തെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. എനിക്കിതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന ഇതാണെങ്കിലും നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഷാമ്പൂവിൻ്റെ ബോട്ടിലൊക്കെ എടുക്കാം കേട്ടോ. വൈറ്റ് കളറിലെ ബോട്ടിലൊക്കെ എടുക്കാം. ഡെറ്റോളിൻ്റെ ബോട്ടിലും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ വലിച്ചൂരി കളയാണേ. അത് വെള്ളത്തിലൊന്നും ഇടേണ്ട കാര്യമില്ല. ഈ സ്റ്റിക്കർ പെട്ടെന്ന് അങ്ങ് വലിച്ചാൽ പോരും. അപ്പോൾ അതേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു ഉണ്ട ഷേപ്പിലാട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇനി വേണ്ടത് വൂളൻ നൂല്. വൂളൻ നൂലെന്ന് പറയുമ്പോൾ തന്നെ വൂളൻ നൂല് തന്നെ വേണമെന്നില്ല, ജൂട്ട് ത്രെഡ് എടുക്കാം. കുറച്ച് ഷൈനിങ് ഉള്ള ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ത്രെഡ് ഉണ്ടല്ലോ, അതെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. എനിക്ക് ജൂട്ട് ത്രെഡ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വൂളൻ ത്രെഡ് എടുത്തിരിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ എളുപ്പം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഗ്ലൂ എടുക്കുക, നേരെ തേച്ച് പിടിപ്പിക്കുക കുപ്പിയിൽ, എന്നിട്ട് വൂളൻ ത്രെഡ് ഇങ്ങനെ ചുറ്റുക. അതാരും പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ലെന്നറിയാം, എന്നാലും ഞാനിവിടെ ചെയ്യുക കേട്ടോ. വേറൊന്നുമില്ല, സ്കിപ്പ് ചെയ്യരുത് വീഡിയോ. കാരണം ഇത് മാത്രമല്ല, നമ്മൾ വീണ്ടും കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. ഇനി മുകളിലത്തെ ഭാഗം ഞാൻ ചുറ്റിയിട്ടില്ല, അത് വേറൊരു പരിപാടി ചെയ്യാം. പിന്നെ ഈ വളവും തിരിവുള്ള കുപ്പികൾ, ഉണ്ട പോലത്തെ കുപ്പികളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ത്രെഡ് ചുറ്റുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്തിരി നല്ല പണിയുള്ള പരിപാടിയാണ് ഈ വളഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് വേണം അതങ്ങ് ചുറ്റാൻ. അപ്പോൾ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത്തിരി കട്ടിയുള്ളൊരു പേപ്പർ എടുക്കാം. ഒരല്പം കട്ടിയുള്ള പേപ്പർ, അതായത് ബുക്കിൻ്റെ ഷീറ്റല്ല, അതിൻ്റെ ഇത്തിരി കട്ടി കൂടിയ പേപ്പർ എടുക്കണം. അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് ഞാനൊരു 3 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇയർബഡ്സ് എന്തായാലും വീട്ടിൽ കുറച്ച് കാണാതിരിക്കില്ലല്ലോ, അപ്പോൾ അത് വേണം. അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇയർബഡ്സ് കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ തന്നെയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ഫ്ലവർ വേണമെങ്കിൽ, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ സാധാരണ റിബൺ ഫ്ലവറോ ഒക്കെ നമുക്ക് ചുറ്റി വെക്കാം. അല്ലെങ്കിൽ മത്തങ്ങയുടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിപ്പോൾ അതുപോലെ ഫ്ലവറൊക്കെ ചെയ്തിട്ടും ഇതുപോലെ ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ എളുപ്പത്തിനാണ് ഈ ഇയർബഡ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിക്കണം. ഗ്ലൂ ഗൺ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പേപ്പറിലോട്ട് ചെയ്തിട്ട് ഇതുപോലെ ബഡ്സ് ചുറ്റിക്കൊടുക്കണം. ഇത് വളരെ എളുപ്പ പരിപാടി കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 പൂവും പിന്നെ പൂവിൻ്റെ ഒരു പകുതിയായിട്ട് പൂവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത്, ഇതിപ്പോൾ വെള്ള ബഡ്സ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പച്ചയോ നീലയോ അതുപോലെ തന്നെ മഞ്ഞയോ ചുവപ്പോ ഒക്കെ കൊടുക്കുക. ഇപ്പോൾ ഓറഞ്ച് വൂളൻ നൂല് ചുറ്റിയിരിക്കുന്നുണ്ട്, ഞാൻ വൈറ്റ് പൂവാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഫ്ലവർ ആയിരിക്കും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വൈറ്റ് ഒന്ന് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്യുകയാണേ. അത് ഫെവിക്രിലിന് അക്രിലിക് പെയിൻറ്റ് ചെയ്യുക. അത് ചെയ്തെടുത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത്, ഈ കുപ്പിയുടെ മുകൾ ഭാഗം നമ്മൾ ചുറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതൊരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഞാൻ ചുറ്റുവാണേ. കുറച്ചും കൂടെ ഗോൾഡൻ ത്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ ത്രെഡ് തന്നെ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ദേ അത് ചുറ്റിക്കഴിഞ്ഞു. ഇനി ഈ ഫ്ലവറൊക്കെ ഓരോന്നായിട്ട് നമുക്ക് വെക്കണം. വെക്കാനായിട്ട് ഈ ഫ്ലവറിൻ്റെ ആ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഒന്നുകിൽ മുത്തുകൾ വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും ഒരു പീസ് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മളിത് ഇതുപോലെ മിറർ ഉണ്ടെങ്കിൽ മിറർ വയ്ക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ, ഒരു ഭംഗിക്കായിട്ട് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ദേ ഞാനിവിടെ മിററാണ് വെച്ചിരിക്കുന്നത്. മിറർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചു. ഇതിപ്പോൾ ദേ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഈ പൂക്കളൊക്കെ. അപ്പോൾ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് ഒട്ടിച്ച് വെച്ചെന്നേ ഉള്ളേ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടിയിരിക്കും. ഫെവി ബോണ്ടോ അതോ ഫെവിക്കോളൊക്കെ ഉപയോഗിക്കുക. ഒരു അല്പനേരം സമയം കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ദേ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ വൈറ്റിന് പകരം നിങ്ങൾക്ക് ഏത് കളറും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ചിന് വൈറ്റ് ഒരു ഭംഗി കൂട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ദേ ഇനി വേണ്ടത് തണ്ടാണ്. അതായത് സ്റ്റെമ്മിന് നമ്മൾ വൂളൻ ത്രെഡ് പച്ച കളറ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഒട്ടിച്ച്. അത് നമ്മൾ ഫെവിക്കോൾ വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇനി വേണ്ടത് നമ്മളൊരു പൂവിൻ്റെ പകുതിയായിട്ട് രണ്ടെണ്ണം എടുത്ത് വെച്ചില്ലേ, അതിൽ ഒരെണ്ണം ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരെണ്ണം നമുക്ക് വേണ്ട, അത് കൂടുതലായിപ്പോൾ. ഇനി വേണ്ടത് ആ ബഡ്സിൻ്റെ ഒരു 3 എണ്ണം എടുത്തിട്ട് മൊട്ട് പോലെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ബഡ്സും വേണ്ട വന്നില്ല, എല്ലാ പൂക്കളും വേണ്ട വന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പൂക്കളുടെ എണ്ണം കൂട്ടാം. ഇനി വേണ്ടത് നമ്മളുടെ കയ്യിൽ കുറച്ച് സ്റ്റോൺസ് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ മെറ്റീരിയൽ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുപ്പി കൂടുതൽ ഭംഗിയാവും. ഇപ്പോൾ കൂടുതൽ ഭംഗിയായില്ലേ? ഇതൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണെന്ന് കണ്ടാൽ പറയുമോ? എന്താ എളുപ്പം, ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് കണ്ടാൽ പറയൂ. നമുക്ക് കണ്ടാലൊന്നും പറയില്ല. അപ്പോൾ എളുപ്പത്തിൽ സിമ്പിൾ പരിപാടിയാണിത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കൂലേ? വളരെ സിമ്പിളല്ലേ? അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.